നമ്മൾ മലയാളികൾക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള മാസങ്ങളായിരിക്കും ഈ ഫെബ്രുവരി തുടങ്ങി മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയമൊക്കെ. കാരണം ഒട്ടുമിക്ക നാടുകളിലും ഈ പൂരം, വേല, താലപ്പൊലി, വെടിക്കെട്ട് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. ഓരോരുത്തർ അവരവരുടെ തട്ടകത്തിലെ വേല, താലപ്പൊലി, പൂരമൊക്കെ ഡേറ്റ് ഇങ്ങനെ നോക്കി കാത്തിരിക്കും അതൊന്ന് ആഘോഷമാക്കാൻ. ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംഭവങ്ങളായിരിക്കും ഇത്. അല്ലെങ്കിലും ഈ വക ആഘോഷങ്ങളൊക്കെ അടിപൊളിയാക്കാൻ നമ്മൾ മലയാളികൾ സൂപ്പറാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഒരു എരവിമംഗലത്ത് താലപ്പൊലി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് ഫാമിലിയായിട്ട് എല്ലാവരും കൂടി താലപ്പൊലിക്ക് ഇറങ്ങിയതാണ്. വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ആന ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്ന് ആനയെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ ആന. അപ്പോൾ ആനയുടെ വരവ് നോക്കി അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അവന് ടോയ്സ് ഒന്നും ഞങ്ങൾ വാങ്ങി കൊടുക്കാൻ നിന്നില്ല. കാരണം കഴിഞ്ഞ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള താലപ്പൊലിക്ക് പോയപ്പോൾ കുറച്ച് ടോയ്സ് വാങ്ങിക്കൊടുത്തപ്പോൾ മരുന്നിന് പോലും ഒന്നും ബാക്കി വെച്ചില്ല. വീടെത്തുന്നതിന് മുന്നേ പൊടി പോലുമില്ല കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയാക്കി. പിന്നെ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്ത് നമ്മളായിട്ട് അവനെ വഷളാക്കണ്ടെന്ന് വിചാരിച്ചു. ഒന്നും തന്നെ ചോദിച്ച് വാശി പിടിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആശാൻ. അപ്പോൾ പിന്നെ അത് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. എന്തിനാ നമ്മളായിട്ട് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതല്ലേ, ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അങ്ങനെ ആനയെ വെയിറ്റ് ചെയ്ത് ആന ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ആനയ്ക്കൊരിളക്കം. തുമ്പിക്കൈയിട്ട് ഇളക്കുന്നു, കാലിട്ട് ഇളക്കുന്നു, കണ്ണിട്ട് ചിമ്മുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഇടനെഞ്ചൊന്ന് കാളി. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ പേടിച്ചത് പോരാ, ഞങ്ങളുടെ ചുറ്റും നിന്നിരുന്ന ആൾക്കാരെ മുഴുവനും പേടിപ്പിച്ചിട്ടാട്ടോ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടത്. കാരണം കയ്യിലിരിക്കുന്നത് കുഞ്ഞാണ്, അവനെ വെച്ച് റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. പിന്നെയാണ് അവിടെ മൊത്തത്തിലൊരു അടക്കം പറച്ചിൽ കേട്ടത്. ആനയ്ക്ക് മൊത്തത്തിലൊരു മുഷിപ്പുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ ഈ തിരക്കിൻ്റെ ഇടയിലും ഈ ചൂടിൻ്റെ ഇടയിലും കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ആകെപ്പാടൊരു വീർപ്പുമുട്ടലാണ്. അപ്പോൾ പിന്നെ ആനയുടെ കാര്യം പറയാനുണ്ടോ? ഒരു കണക്കിന് നോക്കി ആനയുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണല്ലേ. ആന മുഷിപ്പ് കാട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അത് കേട്ടപാടെ അവിടെ നിൽക്കാൻ പിന്നെ തോന്നിയില്ല. ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങാൻ നിന്നില്ല. അവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കി. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. വേറൊരു വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.